ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ നേരത്തെ പറഞ്ഞ 2026 നവംബർ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ മാരകമായിട്ടുള്ള സ്റ്റീവ് ബാൻ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ട്രംപിനെ അതിഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ H1B വീസ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ട്രംപിനെ പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ടേമിലും ഈ ടേമിലും അദ്ദേഹം പോലും ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. വർഷങ്ങളായിട്ട് ജേർണലിസത്തിലൂടെ ട്രംപിന് 110% സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന ടക്കർ കാൾസൺ മാറ്റി പറഞ്ഞിരിക്കുന്നു. അവിടെ ബ്ലെക്സിറ്റ് പോലുള്ള സംഘടനകൾ രൂപീകരിച്ച കാൻഡസ് ഓവൻസ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരുപാട് ഫാൻ ഫോളോയിങ്, പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ ട്രംപിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് കാൻഡസ് ഓവൻസ്. അവർ മറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയൊരു പോർഷൻ ആളുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ മാറി പറയുന്നു. പക്ഷേ വേറൊരു പോർഷൻ ആളുകൾ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. അവർ പറയുന്നത് ട്രംപ് ചെയ്യുന്നത് ശരിയാണ്. കാരണം ഇപ്പോൾ പാനമ കനാൽ ആയിക്കോട്ടെ, ക്യൂബ ആയിക്കോട്ടെ, വെനിസ്വേല ആയിക്കോട്ടെ, അമേരിക്കൻ ആധിപത്യം തിരിച്ചു കൊണ്ടുവരാനല്ലേ അദ്ദേഹം നോക്കുന്നത്. നിങ്ങൾ അതെന്തുകൊണ്ട് കാണുന്നില്ല എന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിലുള്ള സുഹൃത്തുമായിട്ട്, അവിടുത്തെ അമേരിക്കൻ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തർക്കിച്ച കാര്യം ഇതാണ്. അത് നിങ്ങൾ കാണുന്നില്ല. കാരണം വെനിസ്വേല നമ്മൾ പിടിച്ചെടുത്തപ്പോഴത്തേക്കും അവർ രഹസ്യമായിട്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും ക്യൂബയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന ഓയിൽ നമ്മൾ നിർത്തി. ഇന്ന് നിങ്ങൾക്ക് ഈ ക്രൈസിസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഓയിൽ തരാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത് നിങ്ങളുടെ ഗുണത്തിനല്ലേ? അപ്പോൾ അമേരിക്ക ഇത് മൾട്ടി ഫ്രണ്ടലായിട്ടാണ് കാണുന്നത്. ഒരു വശത്ത് ഇസ്രായേലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ തകർക്കുന്നു, മറുവശത്ത് ഈ തകർച്ച ഉണ്ടാകുമ്പോൾ അവർ ഗെയിൻ ചെയ്യുന്ന പല രൂപത്തിൽ. ഇപ്പം നേരത്തെ മേരി മാഡോയുടെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇഷ്യൂ ബാധിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്. അതിൽ തന്നെ പല രാജ്യങ്ങളും ആദ്യം നേരെ പോയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ അടുത്താണ്. ഗ്രാജുവലി ഇത് എന്ന് നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇന്തോനേഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ട്രേഡ് ഞങ്ങൾ നിർത്തുവാണ്, അമേരിക്കയായിട്ട് ആശ്രയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സൗത്ത് കൊറിയ മിക്കവാറും അങ്ങോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ജപ്പാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ഏറെക്കുറെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് ഗെയിനാണ്. അത് ക്രൂഡ് ഓയിലിൻ്റെ കേസ് മാത്രമല്ല.